ഇനി ഉത്തര മലബാറിലെ ഒരു കാഴ്ചയിലേക്ക്. ഉത്തര മലബാറിലെ അതിപ്രശസ്തമായ മടിയൻ കൂലോം കലശോത്സവം സമാപിച്ചു. ബ്രാഹ്മണരും അബ്രാഹ്മണരും ഒരേ കോവിലിൽ പൂജ ചെയ്യുന്ന അപൂർവതയാർന്ന ക്ഷേത്രമാണ് മടിയൻ കൂലോം. റിപ്പോർട്ട് കാണാം. കനത്ത മഴയിലാണ് ക്ഷേത്രപാലകന്റെയും കാളരാത്രിയുടെയും നടയിൽ ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത്. തിങ്ങി നിറഞ്ഞ ഭക്തജനങ്ങൾക്കിടയിലൂടെ 3 തെയ്യങ്ങളും വലം വെച്ചു. കോലധാരി സ്ഥാനികരായ മടിയൻ ഷൈജു ചിങ്കം, മടിയൻ കുമാരൻ കരുണമൂർത്തി, മടിയൻ കുഞ്ഞിരാമൻ പുല്ലൂരാൻ എന്നിവരാണ് തെയ്യക്കോലങ്ങൾ അണിഞ്ഞത്. നീലേശ്വരത്തെ മന്നംപുറത്തുകാവിലെ കോലധാരി സ്ഥാനികളായ കിണാവൂർ നേണിക്കം, അഞ്ഞൂറ്റാൻ, പള്ളിക്കര കാരണമൂർത്തി എന്നിവരാണ് തെയ്യക്കോലങ്ങളുടെ കൈപിടിച്ച് അണിയറയിൽ നിന്നും ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചത്. ഇവിടെ വന്ന് കാളരാത്രി അമ്മ അല്ലെങ്കിൽ ഇവിടുത്തെ ദേവി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് അള്ളട സ്വരൂപത്തിൽ അള്ളട മുക്കാടൻ നാട്ടിൽ മുമ്പുണ്ടായിരുന്നായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആക്രമികളുടെ ദൈവം എന്ന രീതിയിലാണ് ക്ഷേത്രപാലനം ഇവിടെ വരികയെങ്കിലും ഈ രണ്ടും, അതായത് ക്ഷേത്രപാലനും കാളരാത്രി അമ്മയും വളരെ സമന്വയത്തോടു കൂടി ഒരേ മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിക്കുകയും ഈ അക്രമിയെ അല്ലെങ്കിൽ ആരാണ് ഇവിടത്തേക്ക് വന്നിരുന്നത് അവരുടെ ദൈവത്തിനെ, അതായത് ക്ഷേത്രപാലനെ കാളരാത്രി അമ്മയുടെ മകനായി സങ്കല്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. തെയ്യങ്ങളോടൊപ്പം കലശങ്ങളും എഴുന്നള്ളിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര്, മധുരക്കാട്ട് വയൽ, കിഴക്കൻകര ഇളയിടത്ത് കുതിര്, മടിക്കൈ പെരിയങ്കോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലശങ്ങളാണ് കോരിച്ചൊരിയുന്ന മഴയത്തും കൂലോം വലം വെച്ചത്. മാണിക്കോത്ത് പുന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ സമർപ്പണവും നടന്നു. മീൻകള്ള് കലശത്തോടു കൂടിയ ശാക്തേയ കലശോത്സവം മടിയൻ കൂലോം ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. തെയ്യം ഉഴുന്ന് കെട്ടി അണിയലാക്കി ഇതിൻ്റെ കന്നിഭാഗത്ത് പോയി അവിടെ ഈ അരയ സമുദായം മത്സ്യം കൊണ്ടുവരും. മത്സ്യം കൊണ്ടുവന്ന് ആ മത്സ്യം കാഴ്ച കണ്ടതിന് ശേഷം മുടി ഏറ്റും, വലിയ മുടി വെക്കും. മുടി വെച്ചിട്ട് ഇതിന് പ്രദർശനം വെക്കും തെയ്യം. പിന്നെ അത് കഴിഞ്ഞും 3 പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ തെയ്യം കഴിഞ്ഞു. എങ്കിലും ഈ കേരളത്തിലെ തെയ്യം ഇതോടുകൂടി തെയ്യമെല്ലാം കഴിഞ്ഞു. അള്ളട സ്വരൂപത്തിന്റെ ഭരണസിരാകേന്ദ്രമായിരുന്നു മടിയൻ കൂലോം. കലശോത്സവത്തിന്റെ 1ാം നാൾ അപൂർവങ്ങളായ മണാളൻ, മണാട്ടി, മണലമ്മ എന്നീ തെയ്യക്കോലങ്ങൾ തിരുമുറ്റത്ത് കെട്ടിയാടിച്ചു. ദൂരദർശൻ ന്യൂസ്, കാസർഗോഡ്.